അച്ചു എങ്ങനെയുണ്ട്? ഈ കാണുന്നത് ചിക്കനും ബീഫും ഒന്നല്ല കേട്ടോ. നല്ല അടിപൊളി സോയാബീന് നമ്മൾ ചിക്കൻ വെച്ച പോലെ അല്ലേ, ബീഫ് ഫ്രൈ ആക്കിയതുപോലെ നല്ല അടിപൊളിയായിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 4 സവാള, 2 തക്കാളി, ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ കൂട് വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടട്ടോ. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എരിവ് കുറച്ചതാണ്. പിന്നെ വേണ്ടിയത് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പുമാണ്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് നല്ലോണം പെരക്കി വെച്ച നമ്മളെ സോയാബീനില്ലേ, അത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അതിൻ്റെ മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം: നമ്മളെ സോയാബീൻ ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് അത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കല്ല് പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് പൊരിഞ്ഞൊന്നും കിട്ടൂല. എന്ത് പണിയെടുക്കണം? നമ്മൾ സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലേക്ക് കുതിർത്ത് വെക്കണം. അപ്പം നന്നിട്ട് അത് പീഞ്ഞെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് നല്ലോണം സോയാബീൻ പെരക്കി അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ പൊരിഞ്ഞ് കിട്ടണം. ഈ പൊരിക്കുന്നതിലാണ് കാര്യം. കാരണം ഈ പൊരിയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഈ ഫ്രൈക്ക് ടേസ്റ്റ് കൂടുക. ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കിട്ടണമെങ്കിൽ നല്ല പോലെ പൊരിഞ്ഞ് കിട്ടണം. അപ്പം നമ്മൾ പൊരിച്ച സോയാബീനെല്ലാം മാറ്റി ആ ബാക്കിയുള്ള ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ എന്തുവാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കുറച്ച് ഉപ്പിട്ട് നല്ല പോലെ വഴറ്റണം. ചെറുതായിട്ടൊന്നും വഴറ്റിയാൽ പോരാ, നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ സവാള നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് അതും നമ്മൾ ചേർത്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയില്ലേ ആ തക്കാളി ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം. ഇതിൻ്റെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഉള്ളിയും തക്കാളിയും ഒന്നും തന്നെ ഒരു കട്ടിയിൽ നിൽക്കാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി ശ്രദ്ധിക്കണം. ഇതൊരു മീഡിയം സൈസ് എരിവാണ്. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി മിക്സാക്കി നല്ലോണം ഒന്ന് പച്ചമണമെല്ലാം മാറ്റിയെടുക്കണം കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സോയാബീനില്ലേ അത് നേരെ നമ്മുടെ ഈ ഉള്ളി വാട്ടിയിലേക്കിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുത്തോളാം. എല്ലാവരും ഈ ഉള്ളിയെല്ലാം എത്തണേ. അങ്ങനെ 5 മിനിറ്റ് കുഴച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മല്ലിച്ചപ്പിട്ട നമ്മളെ